ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവർത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ പലപ്പോഴും ചിന്തിക്കാത്തത് ഇത് തങ്ങളുടെ മാത്രം ഒരു ലൈംഗിക താല്പര്യമാണ് എന്നുള്ള വസ്തുതയാണ്. സ്വന്തം ഭാര്യ അന്യപുരുഷനുമായിട്ട് കിടക്ക പങ്കിടുന്നത് നേരിട്ട് കാണാൻ കൊതിക്കുന്ന ഒരു വിഭാഗം പുരുഷന്മാരാണ് ഈ കക്കോൾഡിംഗ് എന്ന് പറയുന്ന ലൈംഗിക താല്പര്യമുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈംഗിക പ്രവൃത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയോ ദമ്പതികളോ ഒക്കെ അത് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ സിലിക്കൺ വാലിയുടെ ഭാഗമായ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെക്സ് തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും ദ ബെറ്റർ മാൻ എ ഗൈഡ് ടു കൺസെന്റ് സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ് ആൻഡ് ഹോട്ടർ സെക്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും കൂടിയായ ഡോക്ടർ എറിക് ഫിറ്റ്സ്മെഡ്രിഡ് ആണ്. ഇന്ത്യയിൽ നാഗ്പൂരിലെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1 കൊല്ലത്തോളം താമസിച്ചിരുന്ന ഡോക്ടർ ഫിറ്റ്സ്മെഡ്രിഡിൻ്റെ അടുക്കൽ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുന്ന ദമ്പതികളിൽ ഒരു നല്ല ശതമാനം ഇന്ത്യക്കാരും ഉൾപ്പെടും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡോക്ടർ എറിക് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ ക്ലിനിക്കിൽ ദമ്പതികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയാറുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കക്കോൾഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ദമ്പതികൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കുക. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ എടുത്തതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? എന്തിനാണ് ഞാൻ ഈ കക്കോൾഡിങ്ങും ത്രീസമും പോലെയൊക്കെയുള്ള ലൈംഗിക പ്രവർത്തികളെ പറ്റി ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക്. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യൻ്റെ ലൈംഗിക താല്പര്യങ്ങളും ലൈംഗിക പ്രശ്നങ്ങളുമൊക്കെ മുൻവിധികളില്ലാതെ സയൻസ് എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. 3-ാം നൂറ്റാണ്ടിൽ കാമസൂത്ര സമാഹരിച്ച വത്സായന മഹർഷിയുടെ പേരിൽ തുടങ്ങിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും സായിപ്പിനെ കണ്ടപ്പം കവാത്ത് മറന്ന സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ലൈംഗിക ഭീതിക്കും സ്ത്രീ വിരുദ്ധതയ്ക്കും സദാചാര ബോധത്തിനുമൊന്നും ഇവിടെ സ്ഥാനമില്ല. സെക്സിനെ പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു സയൻസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ വിവോക്സ് ചാനലിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ദയവായിട്ട് ചിന്തിക്കാതിരിക്കുക. എല്ലാ ലൈംഗിക പ്രവൃത്തികളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പക്ഷേ ഒരു സയൻറ്റിഫിക് പ്ലാറ്റ്ഫോമിൽ പ്രായപൂർത്തിയായ മനുഷ്യർ പരസ്പര സമ്മതത്തോടുകൂടെ ചെയ്യുന്ന എല്ലാ ലൈംഗിക പ്രവൃത്തികളെ പറ്റി സംസാരിക്കാനും ഒരു അവകാശമുണ്ട്. മുൻവിധികളില്ലാതെ ലൈംഗികതയും ലൈംഗിക പ്രവൃത്തികളെയും ഒക്കെ കണ്ടിരുന്ന ഒരു സംസ്കാരമായിരുന്നു പുരാതന ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് നമ്മളുടെ അതിപുരാതന ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പങ്ങളാണ്. ഈ വാസ്തുശില്പങ്ങളിൽ കാണാത്ത ഒരു ലൈംഗിക കേളി പോലും നിങ്ങൾക്ക് ഇന്ന് പോണോഗ്രഫിയിൽ പോലും കാണാൻ സാധിക്കത്തില്ല. ഈ മുൻവിധികളില്ലാത്ത ഒരു മൂല്യബോധമാണ് വിവോക്സിൻ്റേത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. എന്താണ് ഈ കക്കോൾഡിങ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തിയോ ദമ്പതികളോ ഒക്കെ ആ ഒരു പ്രവൃത്തിയിലൂടെ എന്താണ് നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടാക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കക്കോൾഡിങ്ങിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കല്യാണ ജീവിതത്തിൽ വിരസമായി തീർന്ന ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അതോ നിങ്ങളുടെ കല്യാണം തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ കല്യാണം തുറക്കുക എന്ന് പറയുന്നത്? അതായത് ആ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും അല്ലാതെ വേറെയും ലൈംഗിക പങ്കാളികളെ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇംഗ്ലീഷിൽ ഇതിന് നോൺ മോണോഗമി എന്നും പറയാറുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ ആ വ്യക്തിയോ ദമ്പതികളോ ഒക്കെ ലക്ഷ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് താൻ ഒരു ഉപദേശം നൽകാറുള്ളത് എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത്. ഈ കക്കോൾഡിങ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ താല്പര്യം കാണിക്കുന്ന പുരുഷന്മാർ പലപ്പോഴും ചിന്തിക്കാത്തത് ഈ ഒരു ലൈംഗിക പ്രവൃത്തി മിക്കപ്പോഴും തൻ്റെ മാത്രം ലൈംഗിക താല്പര്യമാണ് എന്നുള്ള വസ്തുതയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ താൻ ആ സ്ത്രീയുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് ഈ കക്കോൾഡിങ്ങിനെ പറ്റിയുള്ള വീഡിയോകളും കഥകളും ഒരുമിച്ച് കാണുവാനും വായിക്കുവാനും ഒക്കെ പറ്റുമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് സാധിച്ചാൽ താൻ പിന്നീട് പറയുക ആ വീഡിയോയിലോ കഥയിലോ ഒക്കെ കണ്ട പോലെയോ വായിച്ച പോലെയോ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ സ്വന്തം ബെഡ്റൂമിൽ അവർ തമ്മിൽ ആദ്യമേ പരിശീലിച്ച് നോക്കുവാനാണ്. അതായത് ഒരു അന്യപുരുഷനുമായിട്ട് സ്വന്തം
ഭാര്യ സെക്സിൽ ഏർപ്പെടുന്നത് ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഭാര്യ ഒരു അന്യപുരുഷനുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിനെ പറ്റി വിവരണം നൽകുകയോ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ അന്യപുരുഷനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മലയാളത്തിൽ കൊഞ്ചിക്കൊഴയുക എന്ന് പറയുന്ന പ്രവൃത്തി. അതിനുശേഷം ഭാര്യ മറ്റു പുരുഷന്മാരുമായിട്ട് ശാരീരികമായിട്ട് അടുക്കുന്നത് പ്രശ്നമില്ല എന്ന് ഭർത്താവ് ഉറപ്പുവരുത്തുകയാണ്. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. മിക്കവാറും അവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ദമ്പതികൾക്ക് പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുകയും തങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിന് ഗുണം ചെയ്യുമെന്നൊക്കെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ കക്കോൾഡിങ് പരീക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. ഇനി ആ കല്യാണം തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് നിങ്ങൾ കക്കോൾഡിങ്ങിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും ആ ദമ്പതികൾ തമ്മിൽ ഒരു പരസ്പര ധാരണ വേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ആ ദമ്പതികൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുമോ അല്ലെങ്കിൽ ഒരുമിച്ച് അല്ലാതെയും ഏർപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടോ? ഭാവിയിൽ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായി തീരും എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഈ ഒരു പ്രവൃത്തി പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പേരുദോഷം അത് ആ ദമ്പതികളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അപ്പോൾ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള ആ പേരുദോഷം നേരിടാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ടോ? അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളിൽ നിന്നും എങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കാം എന്ന് തുടങ്ങി വളരെയധികം തയ്യാറെടുപ്പുകൾ അപ്പോഴും ആവശ്യമാണ്. പക്ഷേ ഡോക്ടർ എറിക്കിൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ആ കക്കോൾഡിങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്ന ആ മൂന്നാമത്തെ വ്യക്തിയുടെ ഒരു വിശ്വാസ്യതയും ലൈംഗിക ആരോഗ്യവും ആ വ്യക്തിക്ക് അതിൽ നിന്നും എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം ആ ദമ്പതികളുടെ അതേ കാഴ്ചപ്പാടും വൈകാരിക നിലയുമൊക്കെ അതിൽ പങ്കെടുക്കാൻ വരുന്ന മൂന്നാമത്തെ വ്യക്തിക്കില്ലെങ്കിൽ ആ ഒരു അനുഭവം ദുരന്തമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ ഈ വണ്ടിയൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് ഓടിച്ച് പഠിക്കുന്നത് പോലെ ചുരുങ്ങിയത് 1-2 വർഷമെങ്കിലും എടുത്ത് നല്ല പരിചയവും പ്രാക്ടീസും റിഹേഴ്സലും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഏർപ്പെടേണ്ട ഒരു ലൈംഗിക പ്രവൃത്തിയാണ് ഈ കക്കോൾഡിംഗ് എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത്. തൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചില ലൈംഗിക താല്പര്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തികളിൽ താല്പര്യം കാണിക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷേ അപൂർവം ചില സ്ത്രീകളും ഇതിൽ താല്പര്യം കാണിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? പുരുഷന്മാരെ പോലെ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾക്കും ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് വഴി അവർക്ക് അവരുടെ വിശ്വാസവും സമൂഹവും ഒക്കെ ലൈംഗികതയെപ്പറ്റി നിർവചിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇടുങ്ങിയ ചട്ടക്കൂട് ഭേദിച്ച് അവരുടെ സ്വന്തം ലൈംഗിക വ്യക്തിത്വം തിരിച്ചറിയുവാൻ സഹായിക്കും. ഈ ഒരു അനുഭവം വളരെ എംപവറിംഗ് ആയിട്ട് മാറുന്ന പല സ്ത്രീകളും ഉണ്ട്. പ്രത്യേകിച്ചും ആ ലൈംഗിക പ്രവൃത്തി പരസ്പര സമ്മതത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ട് ഉള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.